കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ താൻ ലോക്സഭയിലെത്തുമെന്ന മലപ്പുറം UDF സ്ഥാനാർത്ഥി ഇ.ടി. മുഹമ്മദ് ബഷീർ. സമസ്തയുടെ പേരിലുള്ള വ്യാജ ഫോൺ വിളി ഉൾപ്പെടെ ഒന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ഇ.ടി. മുഹമ്മദ് ബഷീറാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇനി കൃത്യം 7 ദിവസം അടുത്ത വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഉള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? പ്രതീക്ഷ വളരെ സംതൃപ്തമാണെന്ന് മാത്രമല്ല ഉഗ്രനായിട്ടൊരു വിജയം ഉണ്ടാകുന്ന തന്നെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. താഴെ തട്ടുന്ന ഫീഡ്ബാക്ക് എടുത്തപ്പോഴും പൊതുവായിട്ട് ജനങ്ങളുടെ ഒരു പൊതുവികാരം എടുത്തു നോക്കുന്ന സമയത്ത് വളരെ വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അത് കൃത്യമായൊരു പഠനത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠനത്തിൻ്റെയും ഫീഡ്ബാക്കിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ബൈ ഇലക്ഷന് കുറച്ച് ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു. ഇത്തവണ എന്തായിരിക്കും? ഈ തവണ രാജ്യത്ത് ആകെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിവർത്തനമുണ്ട്. ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെതായിട്ടും കേരള ഗവൺമെൻറ്റിൻ്റെതായിട്ടും ആ പശ്ചാത്തലം കൂടി ആകുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വളരെയേറെ മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഈ കേരളത്തിൽ മൊത്തം നോക്കുമ്പോൾ UDFന്റെ ഒരു ഇത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഉണ്ടാവുമോ, അതോ ഈ 20-20 എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്? എന്തായിരിക്കും? അതാണ് നമ്മുടെ ഒരു അസസ്മെൻറ്റ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നിർഭാഗ്യവശാൽ ആലപ്പുഴ നഷ്ടപ്പെട്ടത്. അതുകൂടി ഫില്ലപ്പ് ചെയ്തിട്ട് ഈ പ്രാവശ്യം 20 ഔട്ട് ഓഫ് 20 എന്നുള്ളത് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ സുചിന്തിതമായ കാഴ്ചപ്പാട്. ഇപ്പോൾ ഈ സമസ്തയുടെ പേരിൽ വ്യാപകമായി ഫോൺ വിളികൾ നടക്കുന്നു. ലീഗിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. അത് ഒരു വിഭാഗം, അത് ജിഫ്രി തങ്ങൾ തന്നെ അതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ താങ്കളെയും സമദാനിയൊക്കെ ബാധിക്കുമോ? ഇതൊന്നുമില്ല. നമ്മളിപ്പോൾ അതിൽ അത്തരം കോൺട്രവേഴ്സിയിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. ഇത്തരം സംഗതിയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് പലരുടെയും താല്പര്യമാണ്. ഞങ്ങൾ വിചാരിക്കുന്നത് ഇന്നത്തെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. അതിനിടെ ഒറ്റപ്പെട്ട വല്ല പ്രസ്താവന ഉണ്ടെങ്കിൽ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് ഈ കേന്ദ്ര ഗവൺമെൻറ് പോകണം, ഇനി ഒരിക്കലും BJP തിരിച്ചു വരരുത്, കേരള ഗവൺമെൻറ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇത് ആർക്കും ഗണ്യമായി പ്രത്യക്ഷപ്പെടാൻ ഇടയില്ല. ഈ താങ്കൾ പൂർണ്ണമായിട്ടും ഈ ദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയല്ല ഉയർത്തിപ്പിടിക്കുന്നത്? അത് ഞാൻ ദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷെ ഞാൻ പൊതുവെ ഈ നമുക്ക് സ്ഥാനാർത്ഥിയൊക്കെ പ്രസംഗിക്കാനുള്ള റോളെന്ന് പറയും. ഞാൻ മെയിൻ ജോലി നന്ദി പറഞ്ഞ് മുന്നോട്ട് നീങ്ങാനാണ്. പക്ഷേ പറഞ്ഞതുപോലെ ഒരു കോമ്പിനേഷനാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത് തെറ്റായ നയങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നയങ്ങളും ചർച്ചയ്ക്ക് വിധേയമാവുന്നുണ്ട്. ഇപ്പോൾ ഈ 1 മാസത്തിലധികമായുള്ള ഓട്ടമാണ്. അതിനിടയിൽ റമദാൻ ഉണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഒരു പ്രയാസം കാണുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. കാര്യം ഈ വലിയ ചൂടും. പക്ഷേ ഒരു ദിവസം എല്ലാ ജോലിയും കഴിഞ്ഞ് കിടന്ന് രാവിലെ എണീറ്റാൽ ഫ്രഷായി. ഈ ജനങ്ങളെ കാണുമ്പോൾ ഒരു ആവേശം, പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്തായാലും ഇ.ടി. മുഹമ്മദ് ബഷീർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാഹന പ്രചരണ യാത്ര മുന്നോട്ട് പോകുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിൽ പരമാവധി ആളുകളെ കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലുള്ള യാത്രയാണ് തുടരുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.